നമസ്കാരം. SSLC മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മാത്തമാറ്റിക്സ് സെറ്റ് എയിലെ സെക്ഷൻ ഇ ക്വസ്റ്റ്യൻ നമ്പർ 24 രണ്ട് ക്വസ്റ്റ്യൻ ആണ് മക്കൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് 4 മാർക്കിന്റെ ചോദ്യമായ കാരണം 24ാമത്തെ ക്വസ്റ്റ്യൻ മാത്രമേ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നുള്ളൂ. അത് 2 ക്വസ്റ്റ്യൻ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് പോയാലോ, ചോദ്യത്തിലേക്ക് പോയാലോടാ മക്കളെ. അപ്പൊ ഓൾറെഡി നമ്മൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എന്റെ മക്കള് കൃത്യമായിട്ട് അത് കാണുക. അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. നേരിട്ട് നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് പോയാലോടാ. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിട്ടോടാ മക്കളെ നോക്കിയൊക്കെ 24th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഇൻസർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ ABC ടച്ചസ് ഇറ്റ്സ് സൈഡ്സ് അറ്റ് PQR. അതായത് നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിൽ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഇൻസർക്കിൾ എന്ന് പറയുക. അപ്പൊ ആ ABC എന്ന് പറയുന്ന ട്രയാങ്കിള് PQR എന്ന് പറയുന്ന പോയിന്റുകളിൽ ടച്ച് ചെയ്യുന്നുണ്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് സൈഡ് തന്നിട്ടുണ്ട് മക്കളെ. AC എന്ന് പറയുന്നത് 5 ആണെന്നും AB എന്ന് പറയുന്നത് 6 ആണെന്നും BC എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്താ? ഡിനോട്ടിംഗ് ദ ലെങ്ത് ഓഫ് AP ബൈ X. AP-യുടെ ലെങ്ത് X ആയി എടുത്തു കഴിഞ്ഞാൽ, AP എന്ന് പറയുന്ന ഈ ഒരു സൈഡിന്റെ ലെങ്ത് X ആയിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BQCR എന്ന് പറയുന്ന ആ ഒരു സൈഡുകളുടെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മളിവിടെ കൃത്യമായിട്ട് ചെയ്യാൻ പോവാണ് മക്കളെ. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? AP-യുടെ നീളം X ആയിട്ട് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ AP എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ വരിക? ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് അല്ല മക്കളെ. അപ്പൊ ഇതിന് ഞാൻ X ആയിട്ട് എടുക്കുകയാണെങ്കിൽ നോക്കിയാടാ മക്കളെ, എയിൽ നിന്ന് ഈ ഒരു സർക്കിളിലോട്ടുള്ള 2 ടാൻജന്റ് തൊട്ടുവരകളാണ് മക്കളെ ഇതെന്ന് പറയുന്നത്. AP എന്ന് പറയുന്നത് മേയാണെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു സർക്കിളിന്റെ പുറമേയുള്ള ഒരു പോയിന്റ് നിന്ന് ഒരു സർക്കിളിലോട്ട് 2 ടാൻജന്റ് വരയ്ക്കാൻ പറ്റുള്ളൂ. ആ 2 ടാൻജന്റിന്റെയും ലെങ്ത് എന്തായിരിക്കും അറിയാം, നമുക്ക് ഈക്വൽ ആയിരിക്കും എന്ന് അറിയാം. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഒരു AP എന്ന് പറയുന്ന സൈഡ് X ആണെങ്കിൽ ഈ സൈഡ് എന്തായിരിക്കും മക്കളെ വരിക? X ആയിരിക്കും വരിക. ഇനി നോക്കിയേ, AC എന്ന് പറയുന്ന ലെങ്ത് 5 ആണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് നമുക്ക്. AC എന്ന് പറയുന്ന ലെങ്ത് 5 ആണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ RC എന്ന് പറയുന്ന ലെങ്ത് എത്ര ആയിരിക്കും മക്കളെ വരിക? 5 - 6 ആയിരിക്കും വരിക. RC എന്ന് പറയുന്ന ലെങ്ത് 5 - 6 ആയിരിക്കും വരിക. അപ്പൊ ഇതാ നോക്കിയാൽ സിയിൽ നിന്നുള്ള ടാൻജന്റുകളാണ്. C എന്ന് പറയുന്ന ഒരു പുറമേയുള്ള പോയിന്റിൽ നിന്നുള്ള ടാൻജന്റുകളാണ് CR-ഉം CQ-ഉം. അപ്പൊ CR 5 - 6 ആണെങ്കിൽ CQ എന്തായിരിക്കും മക്കളെ വരിക? 5 - 6 ആയിരിക്കും വരിക. ഇനി ഇവിടെ നോക്കിയേ, AP X ആണ് എന്നുണ്ടെങ്കിൽ BP എന്തായിരിക്കും വരിക? AB എന്ന് പറയുന്നത് മൊത്തം 6 സെന്റിമീറ്റർ ആണ്, 6 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ BP എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക മക്കളെ? 6 - 6 ആയിരിക്കും. അപ്പൊ BQ എന്ന് പറയുന്നത് P യിൽ നിന്നുള്ള ടാൻജന്റുകളല്ലേ. അപ്പൊ നോക്കിയൊക്കെ ഇത് 6 - 6 ആയിരിക്കും വരിക. അതായത് നമ്മളോട് ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു? BQCR ഇവയുടെ നീളം എഴുതാനല്ലേ പറയുന്നതായിരുന്നു. BQ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ വരിക? BQ-ന്റെ ലെങ്ത് എന്താ പറയുന്നത്? B മുതൽ Q വരെയുള്ള ഈ ഒരു ലെങ്ത് 6 - 6. CR എന്ന് പറയുമ്പോൾ C മുതൽ R വരെയുള്ള ഈ ഒരു ലെങ്ത് 5 - 6 ആണെന്ന് കിട്ടി. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞൂടാ. ഇനി ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AP-യുടെ നീളം കണക്കാക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് എനിക്കറിയാം, ഇത് X ആണ്, ഇതെന്താണ് മക്കളെ വരിക എന്ന് പറയുന്നത്? 5 - 6 ആണ്. ഇതും 5 - 6 ആണ്. അതുപോലെ ഇതെന്താ പറയുന്നത്? 6 - 6 ആണ്. ഈ ഒരു സൈഡ് 6 - 6 ആണ്. ഇനി എന്നോട് AP-യുടെ നീളം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. AP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ X-ന്റെ വാല്യൂ എനിക്ക് കണ്ടുപിടിക്കണം. എന്താ കണ്ടുപിടിക്കേണ്ടത്? X-ന്റെ വാല്യൂ ആണ് മക്കളെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ഒരു X-ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയാ മക്കളെ, ഞാനിവിടെ CB എന്ന് പറയുന്ന സൈഡ് എടുക്കുകയാണെങ്കിൽ CB എന്ന് പറയുന്നത് മൊത്തം 4 സെന്റിമീറ്റർ ആണെന്ന് എനിക്കറിയാം. CB എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 4 സെന്റിമീറ്റർ ആണെന്ന് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ CB 4 സെന്റിമീറ്റർ ആയ കാരണം എനിക്കൊരു കാര്യം കൃത്യമായിട്ട് എഴുതാലോ. അതായത് 5 - X plus 6 - X is equal to എന്ന് പറഞ്ഞിട്ട് എഴുതാം മക്കളെ 4 എന്ന് പറഞ്ഞിട്ട് എഴുതാം. 5 - X plus 6 - X is equal to 4 എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പൊ ഞാൻ നോക്കിയടാ, ഇവിടെ 5 plus 6 എത്രയാ വരിക? 11 ആണ് വരിക. -X-ഉം -X-ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ട് വരിക മക്കളെ -2X is equal to എന്ന് പറഞ്ഞിട്ട് എഴുതാം. എനിക്ക് 4 എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും.
അപ്പൊ അങ്ങനെ വരുമ്പോ ഞാൻ നോക്കിയേ, ഞാനിവിടെ എനിക്ക് എക്സ് മാത്രമല്ലേ കണ്ടുപിടിക്കണ്ടോ, ഞാൻ ഈ -2x അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്, 4 ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ -2x ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതെന്തായിട്ട് മാറും, +2x ആയിട്ടും, +4 ഇപ്പുറത്തേക്ക് വരുമ്പോ -4 ആയിട്ട് മാറും. അപ്പൊ എനിക്ക് എന്ത് കൊണ്ട് എഴുതാടാ മക്കളെ, 11 - 4 = 2x കൊണ്ട് എഴുതാം. അതായത് 2x = എന്ന് പറഞ്ഞിട്ട് മക്കളെ 11 4 മൈനസ് ചെയ്താൽ 11 - 4 = എത്രയാ വരിക, 7 അല്ലേ വരിക. അപ്പൊ 2x = 7 എന്ന് കൊണ്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ x എന്തായിരിക്കും മക്കളെ വരിക, 7/2 ആയിരിക്കും വരിക. അപ്പൊ എക്സിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 7/2, അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് എഴുതിക്കാം മക്കളെ, 3.5 സെന്റിമീറ്റർ ആണ് കൊണ്ട് എഴുതിക്കാം. രണ്ടായാലും ഓക്കെയാണ്, 7/2 എഴുതിക്കാൻ പറ്റുന്നെങ്കിൽ അത് 3.5 ഏതായാലും കുഴപ്പമില്ല. അപ്പൊ അതുള്ളൂടാ മക്കളെ ഇതിൽ ചോദ്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയാ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതായത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ പറയുന്നത്, the incircle of a triangle XYZ touches the side XY at T. Prove that XY plus XZ minus YZ is equal to 2XT. എനിക്കിതാ ഈ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് മക്കളെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മള് ഈ പ്രൂഫിന്റെ കേസ് വരുമ്പോ പിന്നെ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇക്വേഷൻ ഈക്വൽ ടുന്റെ ലെഫ്റ്റ് സൈഡിൽ എടുക്കുന്ന XY plus XZ minus YZ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനെ നമ്മൾ LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്നും 2XT എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തിനെ നമ്മൾ RHS എന്നാണ് മക്കളെ പറയാ. അതായത് ഇവിടെ ഇങ്ങനെ ഒരു ഇതാക്കിയിട്ട് ഇതിനെ പറയാ നമ്മള് LHS എന്നും, ഇതിനെ പറയാ നമ്മൾ എന്താണ് മക്കളെ പറയാ, RHS എന്നാണ് പറയാ. LHS എന്ന് പറയുന്നത് ഉദ്ദേശിക്കുള്ളൂ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രൂഫ് വരുന്ന സമയത്ത് നമ്മൾ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മള് ഒന്നുകിൽ LHS എടുത്തിട്ട് RHS കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ RHS എടുത്തിട്ട് LHS കൺവേർട്ട് ചെയ്യുക. ഇതാണ് ഇവിടെ ഏറ്റവും നല്ല എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് അതായിരിക്കും. അപ്പൊ ഞാൻ നോക്കിയടാ, നമ്മളിവിടെ ഈ ഒരു ചോദ്യത്തിലോട്ട് പോകുമ്പോൾ നമ്മളിവിടെ LHS എടുക്കാൻ പാടും. നമ്മളിവിടെ എന്താ എടുക്കാൻ പോകുന്നത്, LHS എടുക്കാൻ പാടും. അപ്പൊ ഈ LHS എടുക്കുന്നതിന് മുന്നേ ഇവിടെ 2 പോയിന്റുകൾ ഉണ്ട് മക്കളെ. ഇവിടെ 2 പോയിന്റുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ നോക്കി, ഞാൻ ഈ പോയിന്റിനെ P എന്ന് പറഞ്ഞിട്ടും ഈ ഒരു പോയിന്റിനെ Q എന്ന് പറഞ്ഞിട്ടും ഡിനോട്ട് ചെയ്യാൻ പാടും. ഈ ഒരു പോയിന്റിനെ P എന്ന് പറഞ്ഞിട്ടും ഈ ഒരു പോയിന്റിനെ Q എന്ന് പറഞ്ഞിട്ടും ഞാൻ എന്ത് ചെയ്യാൻ പാടാ മക്കളെ, ഡിനോട്ട് ചെയ്യാൻ പാടും. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ ഇതാ നോക്കിയ അടുത്തതായിട്ട് ഈ പറഞ്ഞ LHS എടുക്കാൻ പാടും. ഈ ഒരു സെക്ഷനിലെ LHS എടുക്കാൻ പാടും. അപ്പൊ നമുക്കറിയാം എന്താ മക്കളെ LHS എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, XY plus XZ XY plus XZ is equal to XZ minus XY plus XZ minus YZ എന്ന് പറയുന്ന ഈ ഒരു LHS ഞാൻ എടുക്കുകയാണ് മക്കളെ. XY plus XZ minus YZ എന്ന് പറയുന്ന ആ ഒരു ടേം എടുക്കുകയാണ്. ഇനി ഞാൻ നോക്കിയാടാ മക്കളെ, എനിക്കറിയാമോ ഇവിടെ XY എന്ന് പറയുന്നതിനെ എനിക്ക് എന്തുകൊണ്ട് എഴുതാടാ, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഈ ഒരു ലെങ്തിനെയാണ് നമ്മൾ XY എന്ന് പറയുന്നത്. അപ്പൊ ഈ XY-നെ എനിക്ക് എന്തെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ എഴുതാം, XT plus YT എന്ന് പറഞ്ഞിട്ട് എഴുതിക്കൂടെ, XT plus YT എന്ന് പറഞ്ഞിട്ട് എഴുതിക്കൂടെ. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതാൻ പാട് XT plus YT പ്ലസ് അടുത്തിട്ട് എന്താണ് മക്കളെ വരുന്നത്, XZ എന്ന് പറയുന്നതാണ് വരുന്നത്. XZ എന്ന് പറയുമ്പോൾ എവിടെയാ വരുന്നത്, X മുതൽ Z വരെയുള്ള ഈ ഒരു ലെങ്ത് അല്ലേ വരുന്നത്. ഈ ഒരു ലെങ്തിനെ എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതാടാ, ഈ XZ എന്ന് പറയുമ്പോൾ XQവും QZ കൂടി ആഡ് ചെയ്തിട്ടുള്ളല്ലേ. അപ്പൊ ഞാൻ ഇവിടെ ഇതിന് എന്തുകൊണ്ട് എഴുതാൻ പോവാണ്, XQ plus QZ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പോവാണ്. എഴുതിക്കൂടെ. ഇനി ഏറ്റവും അവസാനത്തെ ടേമിനെ അതുപോലെ തന്നെയാണ് എഴുതുന്നത്, -YZ എന്ന് പറഞ്ഞിട്ട് -YZ-നെ ഞാൻ അതുപോലെ തന്നെ ഇടാണ്, -YZ-നെ ഞാൻ അതുപോലെ തന്നെ ഇടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഇനി അടുത്ത് എന്താണ് മക്കളെ ചെയ്യാൻ പറ്റുക, ഇവിടെ XT plus YT plus XQ plus QZ minus YZ എന്നാക്കിയിട്ട് ഞാൻ ഇവിടെ എഴുതി കഴിഞ്ഞു. അപ്പൊ ഇവിടെ P ആയിരുന്നു, ഇവിടെ എന്തായിരുന്നു, Q ആയിരുന്നു. അപ്പൊ നോക്കിയടാ മക്കളെ, ഇനി നമുക്ക് XT പ്ലസ് ഞാൻ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പോവാണ്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XT plus XQ-നെ ഞാൻ അടുത്തേക്ക് കൊണ്ടുവരാൻ പോവാ. എന്തിനാണ് ഈ XT plus XQ-നെ ഞാൻ അടുത്തേക്ക് കൊണ്ടുവരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സിൽ നിന്നുള്ള 2 ടാൻജന്റുകളാണ് XT എന്ന് പറയുന്നതും XQ എന്ന് പറയുന്നതും. അപ്പൊ ഈ ടാൻജന്റിന്റെ ലെങ്ത്തും ഈ ടാൻജന്റിന്റെ ലെങ്ത് എന്തായിരിക്കും മക്കളെ, എല്ലായ്പ്പോഴും ഈക്വൽ ആയിരിക്കും.
നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു സർക്കിളിലോട്ട് പുറമെന്ന് രണ്ട് ടാൻജന്റ് വരയ്ക്കാൻ പറ്റുള്ളൂ. ആ രണ്ട് ടാൻജന്റിന്റെയും ലെങ്ത് എന്തായിരിക്കും അറിയാം, നമുക്ക് ഈക്വൽ ആയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ എക്സ് ടി പ്ലസ് എക്സ് ക്യൂ എന്നുള്ളതിന് പകരം ഒരുമിച്ച് എഴുതാൻ പോകാം മക്കളെ. അപ്പൊ എക്സ് ടി പ്ലസ് എക്സ് ക്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി, എക്സ് ടി പ്ലസ് എക്സ് ക്യൂ എന്ന് പറഞ്ഞിട്ട് എഴുതി. ഇനി അതുപോലെ വൈ ടി പ്ലസ് ഓ സെഡ്, വൈ ടി പ്ലസ് ഓ സെഡിന്റെ പ്രത്യേകത വൈ ടി പ്ലസ് ക്യൂ സെഡ്, വൈ ടി പ്ലസ് ക്യൂ സെഡ്, വൈ ടി പ്ലസ് ക്യൂ സെഡ് എന്ന് പറയുമ്പോൾ ഇതാണ് നോക്കിയാൽ മക്കളെ, വൈ ടി എന്ന് പറയുന്ന ലെങ്ത് ഇതാണ് വരുന്നത്, ക്യൂ സെഡ് എന്ന് പറയുന്ന ലെങ്ത് ഇതാണ് വരുന്നത്. ബാക്കിയുള്ള രണ്ടുപേര് ഞാൻ അതുപോലെ എഴുതി, വൈ ടി പ്ലസ് ക്യൂ സെഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി. ഇനി ബാക്കിയുള്ള മൈനസ് വൈ സെഡിനെ ഞാൻ അതുപോലെ തന്നെ അവിടെ എഴുതിയില്ല, മൈനസ് വൈ സെഡിനെ അതുപോലെ തന്നെ എഴുതി. ഇനി അടുത്തതില് എനിക്കറിയാം എക്സ് ടിയും എക്സ് ക്യൂവും ഈക്വൽ ആണെന്ന് എനിക്കറിയാവുന്ന കാര്യമാണ്. എക്സ് ടി എന്ന് പറയുന്നതും എക്സ് ക്യൂ എന്ന് പറയുന്നത് എന്താണ് മക്കളെ, ഈക്വൽ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ എക്സ് ക്യൂന് പകരം എനിക്ക് എന്തുകൊണ്ട് കൊടുക്കാം, ഈ എക്സ് ക്യൂന് പകരം എക്സ് ടി എന്ന് കൊണ്ട് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ എന്തുകൊണ്ട് കൊടുക്കാൻ പോവാണ്, ഇവിടെ ഞാൻ കൃത്യമായിട്ട് കൊടുക്കാൻ പോവാണ് എക്സ് ടി പ്ലസ് എക്സ് ക്യൂ. എക്സ് ക്യൂന് പകരം ഞാൻ എന്തുകൊണ്ട് കൊടുക്കാൻ പോവാടാ, കാരണം എക്സ് ടി എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കാം. അപ്പൊ എക്സ് ക്യൂന് പകരം ഞാൻ എന്തുകൊണ്ട് കൊടുത്തു മക്കളെ, എക്സ് ടി എന്ന് കൊണ്ട് കൊടുത്തു, പ്ലസ് വൈ ടി പ്ലസ് ക്യൂ സെഡ് മൈനസ് വൈ സെഡ് എന്ന് കൊണ്ട് എഴുതാണ്. അപ്പൊ ഈ എക്സ് ടി പ്ലസ് എക്സ് ടീനെ എനിക്ക് എന്തുകൊണ്ട് എഴുതാണോ മക്കളെ, എക്സ് ടി പ്ലസ് എക്സ് ടീനെ എന്തുകൊണ്ട് എഴുതാം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ 2xt അല്ലെ വരിക, എക്സ് ടി പ്ലസ് എക്സ് ടി എന്താ വരിക, 2xt അല്ലേ വരിക. അപ്പൊ 2xt പ്ലസ് വൈ ടി പ്ലസ് ക്യൂ സെഡ് മൈനസ് വൈ സെഡ്, ഇങ്ങനെ എഴുതാൻ പറ്റും, ഇങ്ങനെയാണ് എഴുതാൻ പറ്റുക. ഇനി അടുത്തത് വൈ ടിക്ക് പകരം എന്താ നോക്കിയടാ മക്കളെ, വൈ ടി എന്ന് പറയുന്ന ഈ ഒരു ലെങ്ത്തിന് പകരം ഞാൻ എന്ത് കൊടുക്കാൻ പോടാ, വൈ ടിക്ക് ഈക്വൽ ആയിട്ട് കിടക്കുന്ന ആളാരാടാ മക്കളെ, വൈ പി എന്ന് പറയുന്ന ലെങ്ത് ഈക്വൽ ആണ്. അതുപോലെ ക്യൂ സെഡ് എന്ന് പറയുന്ന ലെങ്ത്തിന്, ഈ ക്യൂ സെഡ് എന്ന് പറയുന്ന ഈ ഒരു ലെങ്ത്തിന് പി സെഡ് ഈക്വൽ ആണ്, ക്യൂ സെഡ് എന്ന് പറയുന്ന ലെങ്ത്തിന് പി സെഡ് ഈക്വൽ ആണ്. അപ്പൊ ഞാൻ വൈ ടിക്ക് പകരം എന്ത് പറഞ്ഞു കൊടുക്കാൻ പോവാണ്, വൈ പി എന്നും അതുപോലെ ക്യൂ സെഡിന് പകരം പി സെഡും സെഡ് പിയും കൊടുക്കാൻ പോവാണ്. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ എഴുതാൻ പോവാണ് 2xt പ്ലസ് വൈ ടിക്ക് പകരം എന്ത് പറഞ്ഞു കൊടുത്തു കൂടാ മക്കളെ, വൈ പി പ്ലസ് ക്യൂ സെഡിന് പകരം എന്ത് പറഞ്ഞു കൊടുത്തു, സെഡ് പി എന്ന് പറഞ്ഞു കൊടുക്കാൻ പോവാണ്, സെഡ് പി മൈനസ് വൈ സെഡ് എന്ന് പറഞ്ഞു എഴുതാണ്. അപ്പൊ ഇനി ഈ വൈ പി പ്ലസ് സെഡ് പി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മക്കളെ വരിക, വൈ പി പ്ലസ് സെഡ് പി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക, വൈ സെഡ് അല്ലേ വരിക. അപ്പൊ എനിക്ക് എന്ത് പറഞ്ഞു എഴുതാണോ മക്കളെ, 2xt പ്ലസ് വൈ പി പ്ലസ് സെഡ് പി എന്നുള്ളതിന് പകരം, വൈ പി പ്ലസ് സെഡ് പി എന്നുള്ളതിന് പകരം എനിക്ക് എന്തുകൊണ്ട് എഴുതാടാ, വൈ സെഡ് എന്നുകൊണ്ട് എഴുതാം. അപ്പൊ ഇവിടെ ഇതിന് പകരം വൈ സെഡ് എന്നുകൊണ്ട് എഴുതി, ബാക്കിയുള്ള മൈനസ് വൈ സെഡിന് അതുപോലെ തന്നെ എഴുതി. അപ്പൊ ഇവിടെ നോക്കിയടാ, പ്ലസ് വൈ സെഡും മൈനസ് വൈ സെഡ് എന്ത് ചെയ്ത് പോയി, ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്ത് മാത്രമായിട്ട് മാറിയടാ മക്കളെ, 2xt ആയിട്ട് മാറിയില്ലേ. ഇത്രയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ, ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനില് എന്റെ മക്കൾ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് തന്നിട്ടുള്ള LHS RHS എടുത്തിട്ട് അതിനുള്ളിൽ നിന്ന് നമ്മൾ കൃത്യമായിട്ട് ആൻസറിലോട്ട് എത്തിക്കുക. നമുക്കറിയാലോ ഇത് ടാൻജന്റുകളാണ്, ഇവർ ഈക്വൽ ആണോ എന്നുള്ള കാര്യമൊക്കെ അറിയാലോ. അപ്പൊ അതിനെന്തെങ്കിലും ഒരു വഴി നമുക്ക് തെളിഞ്ഞു വരാതിരിക്കില്ല. ഒന്നും പറ്റിയില്ലെങ്കിൽ എന്റെ മക്കൾ കൃത്യമായിട്ട് അതിൽ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അതായത് ഏതൊക്കെയാണ് ഈക്വൽ ആയിട്ടുള്ള സൈഡ് എന്നുള്ളത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും വഴി കിട്ടാതിരിക്കില്ല. അപ്പൊ അത് തന്നെ ചെയ്തു നോക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉള്ളിലുള്ള ആകപ്പാടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് എന്റെ മക്കൾ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോടാ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. അതായത് 24ാമത്തെ ചോദ്യത്തിലെ ബി ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്, ഇൻ ദ പിക്ചർ എ ബി ആൻഡ് സി ഡി ആർ പാരലൽ ടാൻജന്റ്സ് ടു ദ സർക്കിൾ. എ ബി എന്ന് പറയുന്നതും സി ഡി എന്ന് പറയുന്നതും ഈ എ ബി എന്ന് പറയുന്ന ഈ ഒരു ടാൻജന്റും സി ഡി എന്ന് പറയുന്ന ഈ ഒരു ടാൻജന്റും പാരലൽ ആണ്. അതായത് ഓ സെന്റർ ആയിട്ടുള്ള ഈ ഒരു സർക്കിളിന്റെ പാരലൽ ആയിട്ട് വരുന്നതാണ്. ദ ടാൻജന്റ് ഫ്രം ദ പോയിന്റ് പി ഓൺ എ ബി, അതായത് പിയിൽ നിന്ന് ഉള്ള ആ ഒരു എ ബിയിലുള്ള പോയിന്റ് ആയിട്ടുള്ള പിയിൽ നിന്നുള്ള ഒരു ടാൻജന്റ് ഈ പറഞ്ഞ ലെങ്തിനെ, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻജന്റ് സി ഡി എന്ന് പറയുന്ന ആ ഒരു ടാൻജന്റിന്റെ മുകളിൽ 2 എന്ന് പറയുന്ന പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ prove that OP is the bisector of angle APQ. OP എന്ന് പറയുന്നത് APQ എന്ന് പറയുന്ന ആംഗിളിന്റെ APQ എന്ന് പറയുമ്പോൾ അതാ മക്കളെ OP എന്ന് പറയുന്ന ഈ ഒരു ലൈൻ APQ എന്ന് പറയുന്ന ഈ പറയുന്ന ആംഗിളിന്റെ ബൈസെക്ടർ ആണെന്ന്. അതായത് ഈ ആംഗിളും
ഈ ആംഗിളും എന്താണെന്ന് പ്രൂവ് ചെയ്യണം മക്കളെ. നമ്മൾ എന്തെന്ന് പറഞ്ഞിട്ട് പ്രൂവ് ചെയ്യേണ്ടത്? ഈ രണ്ട് ആംഗിളുകളും, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നോക്കിയടാ, ഈ ഒരു ആംഗിൾ എന്ന് പറയുമ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് തരാം. ഈ ഒരു ആംഗിളും അതുപോലെ എന്താ പറയാ, ഈ ഒരു ആംഗിളും അതുപോലെ തന്നെ നോക്കിയടാ മക്കളെ, ഈ ഒരു ആംഗിളും, ഈ രണ്ട് ആംഗിളുകളും ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ബൈസെക്ടർ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ ഉദ്ദേശിക്കുന്നത്? ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാന്നുള്ളതാണ്. അതായത് APQ എന്ന് പറയണ ആ ഒരു ആംഗിളിനെ OP ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിളും ഈ ആംഗിളും എന്താണെന്ന് പ്രൂവ് ചെയ്താൽ മതി, ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇതാണ് നമ്മളോട് ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. ചോദ്യം വായിച്ചു നോക്കിയിട്ട് ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് വലിയ കുഴപ്പമുള്ള കാര്യമില്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിയടാ മക്കളെ, ഞാനിവിടെ ഒരു രണ്ട് കൺസ്ട്രക്ഷൻ ചെയ്യാൻ പാടും. ഓയിൽ നിന്ന് ആറിലോട്ടും അതുപോലെ ഓയിൽ നിന്ന് പിയിലോട്ടും ഞാൻ നോക്കിയടാ മക്കളെ ഇവിടെ ഒരു മാർക്ക് ചെയ്യാണ്. എന്നിട്ട് അതിനുശേഷം ഇവിടെ PQR ഉണ്ട്. ഇവിടെ മക്കളെ നോക്കി ഞാൻ T എന്ന് പറയുന്ന പോയിന്റ് ആയിട്ട് കൊടുക്കുകയാണ്. ഈ ഒരു പോയിന്റിന് ഞാൻ എന്തായിട്ട് കൊടുക്കുകയാണ് മക്കളെ? T എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിയടാ മക്കളെ, ഈ പറഞ്ഞ OTP എന്ന് പറയുന്ന ആംഗിള് എത്ര ഡിഗ്രി ആയിരിക്കും വരിക? OTP എന്ന് പറയുന്ന ആംഗിൾ എന്തായിരിക്കും വരിക? 90 ഡിഗ്രി ആയിരിക്കും വരിക. എന്താ അതിന്റെ കാരണം? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. എന്തുകൊണ്ടാ OTP എന്ന് പറയുന്ന ആംഗിള് 90 ഡിഗ്രി ആണെന്ന് പറയാൻ കാരണം? അത് ഞാൻ നോക്കിയടാ, AT എന്ന് പറയുന്ന ടാൻജന്റ് ആണ്, OT എന്ന് പറയുന്നത് റേഡിയസ് ആണ്. നമുക്കറിയാം റേഡിയസും ടാൻജന്റും അല്ലെങ്കിൽ ആരവും തൊടുവരയും തമ്മിലുള്ള കോണ് എല്ലായ്പ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ OR-ഉം PQ-വും തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും വരിക മക്കളെ? ഈ ആംഗിളും എന്തായിരിക്കും വരിക? 90 ഡിഗ്രി ആയിരിക്കും വരിക. ഈ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും വരിക. അപ്പൊ നമുക്ക് ഇത് രണ്ടും എന്താണെന്ന് മനസ്സിലായി, റൈറ്റ് ട്രയാംഗിൾ ആണെന്ന് മനസ്സിലായി. ഇത് രണ്ടും എന്താണെന്ന് മനസ്സിലായിടാ മക്കളെ? റൈറ്റ് ട്രയാംഗിൾ ആണെന്ന് മനസ്സിലായി. അപ്പൊ ഞാനിവിടെ രണ്ട് ട്രയാംഗിൾ കൺസിഡർ ചെയ്യാൻ പോവാടാ മക്കളെ. ഏതൊക്കെയാണ് ട്രയാംഗിൾ എന്ന് പറയുന്നത്? ട്രയാംഗിൾ OTP എന്ന് പറയുന്നത്, അതുപോലെ ട്രയാംഗിൾ ORP എന്ന് പറയുന്നത്. ട്രയാംഗിൾ ORP എന്ന് പറയുന്ന രണ്ട് ട്രയാംഗിൾസ് ഞാൻ നോക്കി ഇവിടെ ഈ OTP എന്ന് പറയുന്ന ട്രയാംഗിളും ORP എന്ന് പറയുന്ന ട്രയാംഗിളും കൺസിഡർ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതറിയാം, റൈറ്റ് ട്രയാംഗിൾ ആണെന്ന് അറിയാം. ഈ റൈറ്റ് ട്രയാംഗിളിനെ രണ്ട് റൈറ്റ് ട്രയാംഗിൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ഏകദേശം ശരിയാവുന്ന തോന്നുന്നത്. കാരണം ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ആംഗിൾ ആയിട്ട് വരുന്ന രണ്ട് ട്രയാംഗിൾ കൺസിഡർ ചെയ്തിട്ട് ആ രണ്ട് ട്രയാംഗിളും തുല്യമാണെന്ന് തെളിയിക്കുക. ഇതാണ് അതിനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഈ വഴിക്കാണ് അതിന് നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. OTP എന്ന് പറയുന്ന ട്രയാംഗിളിൽ ഈ ഒരു ആംഗിൾ വരുന്നുണ്ട്, അതുപോലെ ORP എന്ന് പറയുന്ന ട്രയാംഗിളിലും ഞാൻ ഈ പറഞ്ഞ ആംഗിൾ വരുന്നുണ്ട്. അതായത് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ആംഗിളും അതുപോലെ എന്താ പറയാ ഈ ഒരു ആംഗിളും ഇല്ലേ, ഈ രണ്ട് ആംഗിളും എന്താ നോക്കിയാൽ മക്കളെ ഈ രണ്ട് ട്രയാംഗിളിലായിട്ട് വരുന്നതാണ്. അപ്പൊ ഈ ട്രയാംഗിളും ഈ ട്രയാംഗിൾ എന്താണെന്ന് പ്രൂവ് ചെയ്താൽ മതി, ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. അതാണ് നമ്മുടെ മുന്നിലുള്ള ആകപ്പാടുള്ള വഴി എന്ന് പറയുന്നത്. അപ്പൊ അതാ നോക്കിയടാ, ഇത് എന്ത് ട്രയാംഗിൾ ആണ് മക്കളെ? റൈറ്റ് ട്രയാംഗിൾ ആണ്. ഈ റൈറ്റ് ട്രയാംഗിൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ മക്കള് ഒരു തിയറം പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. RHS എന്ന് പറയുന്നത് RHS എന്നാണ് പറയാ. അതായത് റൈറ്റ് ട്രയാംഗിൾ അല്ലെങ്കിൽ മട്ടത്രികോണത്തില് റൈറ്റ് ട്രയാംഗിൾ മട്ടത്രികോണത്തില് ഹൈപ്പോട്ടിന്യൂസ് H എന്നുള്ളത് സ്റ്റാൻഡ് ചെയ്യുന്നത് ഹൈപ്പോട്ടിന്യൂസ് ആണെന്ന് വിചാരിക്കാം. ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? കർണം. S എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ സൈഡ്. അതായത് രണ്ട് റൈറ്റ് ട്രയാംഗിൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഹൈപ്പോട്ടിന്യൂസും ഒരു സൈഡും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ മതി. ഈക്വൽ ആണെങ്കിൽ അതെന്തായിരിക്കും പറയുന്നത്? ഈക്വൽ ട്രയാംഗിൾസ് ആയിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ ഒരു രണ്ട് മട്ടത്രികോണങ്ങൾ തുല്യമാണെന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ കർണവും ഏതെങ്കിലും ഒരു വശവും തുല്യമായിരുന്നു തെളിയിച്ചാൽ മതി എന്നാ പറയണത്. അപ്പൊ ഞാൻ നോക്കിയടാ മക്കളെ, ഇവിടെ ഹൈപ്പോട്ന്യൂസ് അല്ലെങ്കിൽ കർണം എന്ന് പറയുന്നത് എന്താ വരിക? 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എടുക്കുന്ന ഈ ഒരു സൈഡല്ലേ വരിക. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആൾ എന്ന് പറയുന്നത് ഇതല്ലേ വരുന്നത്? ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആൾ OP ആണ്. അതുപോലെ ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആളാണ് നമുക്ക് OP ആണ്. അപ്പൊ എനിക്ക് കൃത്യമായിട്ട് എന്തുകൊണ്ട് എഴുതാം? OP is equal to OP എന്ന് നമുക്ക് എഴുതാം. OP is equal to OP. എന്താ കാരണം? കോമൺ സൈഡ് ആണ്, കോമൺ ആയിട്ടുള്ള സൈഡ് ആണ് മക്കളെ. അപ്പൊ ഇതിന്റെ കാരണമായിട്ട് എന്തുകൊണ്ട് എഴുതി? കോമൺ സൈഡ് അല്ലെങ്കിൽ എന്തുകൊണ്ട് എഴുതാം മക്കളെ? എനിക്ക് പൊതുവശം കൊണ്ട് എഴുതാം. ഇതിനെ എന്തുകൊണ്ട് എഴുതാം? പൊതുവശം കൊണ്ട് എഴുതാം. ഇനി അടുത്തത് നോക്കിയടാ മക്കളെ, OT എന്ന് പറയുന്നതും OR എന്ന് പറയുന്നതും ഈ സൈഡും എന്തായിരിക്കണം മക്കളെ? ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്. അതുകൊണ്ട് അത് ഈക്വൽ ആയിരിക്കില്ലേ? അപ്പൊ ഞാനിവിടെ എന്തുകൊണ്ട് എഴുതി? OT is equal to OR എന്ന് എഴുതി. കാരണം എന്താണ് മക്കളെ? റേഡിയസ് അല്ലെങ്കിൽ എന്തുകൊണ്ട് എഴുതാം? എനിക്ക്
ആരങ്ങൾ, ഒരേ വൃത്തത്തിന്റെ ആരങ്ങളാണ് വരുന്നത്. അപ്പൊ ഞാൻ നോക്കിയടാ മക്കളെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കിയേ ഹൈപ്പോട്ടെന്യൂസും ഈ പറഞ്ഞ സൈഡും അതുപോലെ ഈ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടെന്യൂസിനോടും ഈ സൈഡിനോടും ഈക്വൽ ആയി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾ എന്തായിരിക്കും മക്കളെ വരിക? ഈക്വൽ ആയിരിക്കില്ലേ വരിക? ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആയിരിക്കില്ലേ വരിക? അപ്പൊ എനിക്ക് എന്തെന്ന് പറഞ്ഞ എഴുതാടാ മക്കളെ, ട്രയാങ്കിൾ OTP ഈസ് ഈക്വൽ ടു ട്രയാങ്കിൾ OTP ഈസ് ഈക്വൽ ടു ട്രയാങ്കിൾ ORP എന്ന് പറഞ്ഞിട്ട് എഴുതാം. കാരണമായിട്ട് എന്താടാ RHS തിയറം കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ എഴുതി വെക്കുക. റൈറ്റ് RHS തിയറം എന്നാണ് അതിനെ പറയുക. അതായത് റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടെന്യൂസ് ഒരു സൈഡ് ഈക്വൽ ആയ കാരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിയടാ മക്കളെ, നമുക്കറിയാം രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആ ട്രയാങ്കിളിന്റെ എല്ലാ കാര്യങ്ങളും ഒരേപോലെ ആയിരിക്കും ഇല്ലേ? അതായത് ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് എന്തായിരിക്കും പറയുന്നത്? ഈക്വൽ ആയിരിക്കും പറയുന്നത്. OT ഈസ് ഈക്വൽ ടു OR ആയ കാരണം OTയുടെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾ ഏതാണ് മക്കളെ? ഈ ഒരു ആംഗിൾ അല്ലേ വരിക. അതുപോലെ ORന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾ ഏതാണ് മക്കളെ വരുന്നത്? ഈ ഒരു ആംഗിൾ അല്ലേ വരിക. അപ്പൊ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയല്ലേ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് എന്തെന്ന് പറഞ്ഞിട്ട് എഴുതാം? ആംഗിൾ OPT ഈസ് ഈക്വൽ ടു ആംഗിൾ OPR എന്ന് പറഞ്ഞിട്ട് എഴുതാം. ആംഗിൾ OPT ഈസ് ഈക്വൽ ടു ആംഗിൾ OPR എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതിന് കാരണമായിട്ട് പറയുന്നത് കറസ്പോണ്ടിങ് പെയേഴ്സ് ഓഫ് ഈക്വൽ ട്രയാങ്കിൾസ്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് പെയേഴ്സ് ഓഫ് ആംഗിൾസ് ആണ് മക്കളെ ട്രയാങ്കിൾ OPT എന്ന് പറയുന്നതും ട്രയാങ്കിൾ OPR എന്ന് പറയുന്നതും. ഇതെങ്ങനെയാണ് മക്കളെ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതായത് APQ എന്ന് പറയുന്ന ആംഗിളിന്റെ ബൈസെക്ടർ ആണ് OP എന്ന് പറഞ്ഞിട്ടാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളോട് ഓൾറെഡി അതിന്റെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞത്. OP എന്ന് പറയുന്നത് ബൈസെക്ടർ ആവണമെന്നുണ്ടെങ്കിൽ നോക്കിയേ ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആവണമെന്നേ ഉള്ളൂ. അതല്ലേ നമ്മളിവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ സിമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞൂടാ. ഇനി നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ രണ്ടാമത്തെ കാര്യം പറയാന്ന് പറയുമ്പോ ഇവിടെ എന്താ സംഭവം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നോക്കിയടാ, പ്രൂവ് ദാറ്റ് POQ എന്ന് പറയുന്ന ആംഗിള് ഈ ഒരു ആംഗിള് 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. നമ്മളോട് പറഞ്ഞിട്ട് എത്രയോ പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു ആംഗിളിന്റെ ആംഗിള് എത്രയാണെന്ന് പ്രൂവ് ചെയ്യണം? മക്കളെ 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയടാ, ഞാനിവിടെ നേരത്തെ ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും വരച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ എനിക്കൊരു കാര്യം അറിയായിരുന്നു, ഈ പറഞ്ഞ ആംഗിളും അതായത് ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഈ സെയിം സംഭവം തന്നെ നോക്കിയാൽ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരയ്ക്കാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിളും അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിളും എന്തായിരിക്കാനാണ് മക്കളെ സാധ്യത? ഈക്വൽ ആയിരിക്കാനാണ് സാധ്യത. ഇവിടെ ഉണ്ടായ അതുപോലെ തന്നെയല്ലേ മുകൾ ഭാഗത്ത് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയാടാ, ഈ ഒരു ആംഗിളിന് ഞാൻ X എന്ന് പറഞ്ഞിട്ടു, ഈ ഒരു ആംഗിളിന്റെ X എന്ന് പറഞ്ഞെടുക്കാണ്. കാരണം ഇത് രണ്ട് ഈക്വൽ ആണ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അടുത്ത ആംഗിളിന്റെ നോക്കിയാടാ മക്കളെ, ഈ ഒരു ആംഗിളിനെ ഞാൻ Y എന്ന് പറഞ്ഞിട്ടു, ഈ ഒരു ആംഗിളിന്റെ Y എന്ന് പറഞ്ഞെടുക്കാൻ പോവാം. കാരണം ആ രണ്ട് ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ നോക്കിയടാ, ഇനി നമുക്കറിയാം ഇത് എന്താണ് മക്കളെ? ഈ AB എന്ന് പറയണതും CD എന്ന് പറയണതും എന്താണ് മക്കളെ? പാരലൽ ആയിട്ടുള്ള രണ്ട് ലൈൻസ് ആണ്. അപ്പൊ നോക്കിയാൽ മക്കളെ, ഞാനിവിടെ പറയാണ് രണ്ട് ലൈൻസ് പാരലൽ ആണെന്നുണ്ടെങ്കിൽ നോക്കിയ ഈ പറയുന്ന ആംഗിൾസിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഈ ആംഗിളിന്റെ പ്രത്യേകത എന്തായിരിക്കും പറയുന്നത്? ഇതിനെ പറയാൻ നമ്മൾ എന്താ പറയാ? കോ ഇന്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ ആന്തര സാഹകോണുകൾ എന്നാണ് പറയാ. ഈ ആന്തര സാഹകോണുകൾ അല്ലെങ്കിൽ കോ ഇന്റീരിയർ ആംഗിൾ കൂട്ടുമ്പോ എല്ലായ്പ്പോഴും 180 ഡിഗ്രി ആയിരിക്കും പറയുന്നത്. ഈ ഒരു ആംഗിളും കൂടി കൂട്ടുമ്പോ 180 ഡിഗ്രി 180 ഡിഗ്രി ആയിരിക്കും വരിക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഒരു തിയറാണ്, 180 ഡിഗ്രി ആയിരിക്കും വരിക. അപ്പൊ ഇതറിയാവുന്ന കാരണം നോക്കിയാടാ മക്കളെ, എനിക്കിപ്പോ ഇവിടെ എന്തിനു പറഞ്ഞു എഴുതാം? ഈ എക്സും അതുപോലെ വൈയും കൂടി കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന രണ്ട് ആംഗിൾ എന്താണ് മക്കളെ? ഈ പറഞ്ഞ കോ ഇന്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ ആന്തര സാഹകോണുകളാണ്. അപ്പൊ ഈ പറഞ്ഞ ആൾക്കാർ രണ്ടുപേരും കൂടി കൂട്ടുമ്പോൾ 180 ആണെന്ന് പറഞ്ഞൂടെ? എഴുതിക്കൂടെ? അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതാൻ പാടാ മക്കളെ, X പ്ലസ് X ഇവിടെ ഇങ്ങനെ എഴുതാൻ പാട്, X പ്ലസ് X പ്ലസ് Y ഈസ് ഈക്വൽ ടു 180 കൊണ്ട് എഴുതാം. അപ്പൊ X കൂടി കൂട്ടുമ്പോൾ എത്രയാണ് മക്കളെ വരിക? 2X പ്ലസ് 2Y ഈസ് ഈക്വൽ ടു 180 കൊണ്ട് കിട്ടും. അപ്പൊ 2X പ്ലസ് 2Y എന്ന് പറയുന്നത് രണ്ടിലും കോമൺ ആയിട്ട് ആരും മക്കളെ 2 ഉണ്ട്. ആ 2നെ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ബാക്കി എന്താ വരിക? 2 into X plus Y is equal to 180 നോട്ട് എഴുതാം. അപ്പൊ നോക്കിയടാ മക്കളെ, എനിക്ക് X plus Y is equal to നോട്ട് കിട്ടും 180 divided by 2 is equal to 90 degree. അപ്പൊ എനിക്കറിയാം ഇവിടെ ഈ പറഞ്ഞ ട്രയാങ്കിൾ അതായത് പറഞ്ഞ എക്സും വൈയും കൂടി ആഡ് ചെയ്യുമ്പോൾ
ഈ ആംഗിളും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് മക്കളെ വരുന്നത്? 90 ഡിഗ്രി ആണെന്ന് കിട്ടി. ഈ ആംഗിളും കൂടി എക്സും വൈയും കൂടി ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പൊ ഞാൻ നോക്കിയാൽ മക്കളെ, ഞാനിവിടെ ആംഗിൾ എടുക്കുകയാണ്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ട്രയാങ്കിൾ OPQ എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുകയാണ്. ട്രയാങ്കിൾ OPQ എന്ന് പറയുന്ന ട്രയാങ്കിൾ ഇതാ ഞാനിവിടെ വെറുതെ വരച്ച് കാണിച്ചു തരണം. അതിന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് വരച്ച് കാണിച്ചു തരാണ്. അതൊക്കെ വേണ്ട, നമുക്കിവിടെ മുകളിൽ തന്നെ നോക്കാം, കുഴപ്പമില്ലല്ലോ. ഈ പറഞ്ഞ ആംഗിൾ ഇതിൽ ഏതൊക്കെയാണോ മക്കളെ വരുന്നത്? അതായത് ഈ ഒരു ട്രയാങ്കിൾ OPQ എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ആംഗിൾ വരുന്നത് ആംഗിൾ O ആണ്. ആംഗിൾ O പ്ലസ് അതുപോലെ എന്താണ് മക്കളെ വരിക? അടുത്ത ആംഗിൾ X+1 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കും വരിക. അതിൽ ഓൾറെഡി X+Y ഈസ് ഈക്വൽ ടു എന്താണെന്ന് ഞാൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞോളാ മക്കളെ, 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ ഈ X+Yക്ക് പകരം എന്തുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ 90 ഡിഗ്രി എന്ന് പറഞ്ഞു കൊടുക്കാം. ഇവിടെ ബാക്കി എന്താണുള്ളത്? ആംഗിൾ O പ്ലസ് 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ O ഈസ് ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ വരിക? 180 മൈനസ് 90 ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് പറഞ്ഞു കിട്ടും. പ്രൂവ് ചെയ്ത് കഴിഞ്ഞില്ലേ? സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞില്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിലെ പ്രൂഫ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 25. അത് 4 മാർക്കിന്റെ ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് 2 ക്വസ്റ്റ്യൻ ആയിട്ടാണ് എടുക്കുന്നത്. A ഉണ്ട് B ഉണ്ട്, 2 ക്വസ്റ്റ്യൻ ആയിട്ടാണ് മക്കളെ എടുക്കുന്നത്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതിനുവേണ്ടി കൃത്യമായിട്ട് ഈ ചോദ്യം പഠിച്ച് കൃത്യമായിട്ട് എഴുതി പഠിച്ച് സെറ്റാക്കി വെക്കണം.